പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ തിരിച്ചു വരും. യേശുനാഥൻ പറയുന്നു, ഞാൻ തിരിച്ചു വരും, എൻ്റെ ഭവനം പുതുക്കിപ്പണയും. കടന്നുപോയതെല്ലാം ഞാൻ പുതുക്കിപ്പണിത് തരുമെന്ന് യേശുനാഥൻ വാക്ക് പറയുന്നു. നമ്മൾ ശ്രമിക്കാൻ പോകുന്ന വചനം അപ്പോസ്തല പ്രവർത്തനം 15-ാം അധ്യായം 16-ാം വാക്യം 17 വചനം ശ്രമിക്കാം. ഞാൻ തിരിച്ചു വരും, ദാവീദിൻ്റെ വീണുപോയ കൂടാരം ഞാൻ വീണ്ടും പണിയും. യേശുനാഥൻ്റെ വാക്കാണ്. കണ്ട, വീണുപോയ ഭവനം, വീണുപോയ വീട് ഞാൻ പുതുക്കിപ്പണിയും. യേശുനാഥൻ്റെ വാക്കാണ്. നമ്മൾ യേശു പറഞ്ഞ വാക്ക് ഭവനം മാത്രമല്ല, നഷ്ടപ്പെട്ട ഈ ജോലി, മക്കളില്ലാത്ത ദമ്പതികൾ, കുടുംബ വഴക്കുകൾ എല്ലാം ഞാൻ പുതുക്കിപ്പണിയുമെന്ന് യേശുനാഥൻ വാക്ക് തരുന്നു. ഹല്ലേലൂയ. വീണ്ടും പറയുന്നു, അതിൻ്റെ നഷ്ടങ്ങളിൽ നിന്നും ഞാൻ അതിനെ പുതുക്കിപ്പണിയും. എന്തെല്ലാം നഷ്ടങ്ങൾ, രോഗപീഠകൾ, കഷ്ടതകൾ, പണമില്ലായ്മ, ജോലിയില്ലായ്മ, വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറ്റുന്നതെല്ലാം യേശുനാഥൻ പുതുക്കിപ്പണിയും എന്ന് പറയുന്നു. വീണ്ടും പറയുന്നു, അതിനെ ഞാൻ വീണ്ടും ഉയർത്തി നിർത്തും. യേശുനാഥൻ്റെ വാക്കാണ്, ഉയർത്തി നിർത്തും. 10 പേരുടെ മുമ്പിൽ ഞാൻ ഉയർത്തി നിർത്തുമെന്ന് യേശുനാഥൻ പറയുന്നു. വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്തവനാണ്. 17-ാം വാക്യം, കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഈ വചനം. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളിലും തകർന്നു പോയ കുടുംബങ്ങളെ പുനർസൃഷ്ടിക്കണമേ എന്നും മൂലക്കല്ലായി ഞങ്ങളുടെ ഭവനത്തെ മാറ്റണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ.